ഹായ്. ഇപ്പോൾ ഒരു ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാനുള്ള ആരംഭത്തിലാണ് കേട്ടോ. ഇത് 5 കിലോ ചെമ്മീനാണ് വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. 5 കിലോ ചെമ്മീൻ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഇനി ഇത് ഒന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കണം. അത് കഴിഞ്ഞ് ഞാനത് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി ആ ചെമ്മീൻ്റെ നൂലൊക്കെ കളഞ്ഞ് നല്ല അടുപ്പനായിട്ട് എടുത്തു. എന്നിട്ട് അതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടെ പുരട്ടി 1 മണിക്കൂർ വെച്ചിരിക്കുകയാണേ. നമുക്ക് ആ പാചകത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ചു. നമ്മുടെ ജിഞ്ചിലി ഓയിൽ അഥവാ നല്ലെണ്ണ അതിലേക്ക് ഒഴിച്ചു. അപ്പോൾ 3-4 വട്ടമായിട്ടേ വറുത്തെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒന്നാമത് അതിനകത്തേക്ക് ഇട്ടു. നമ്മുടെ 1 മണിക്കൂറോളം വെച്ചിരുന്ന ആ ചെമ്മീൻ എടുത്തിട്ടു. ഇട്ടിട്ട് അതിനിങ്ങനെ ആദ്യം അതിൻ്റെ വെള്ളമൊക്കെ പറ്റി വരണം, പിന്നെ വേണം അത് വറന്ന് വരാൻ. നല്ല കടുകടാന്ന് വറുത്തെടുക്കണം, വെള്ളം ഒട്ടും ഇല്ലാതെ വറുത്തെടുക്കണം. ഞാനത് ഒട്ടും വെള്ളമില്ലാതെ വറുത്തെടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ അത് നമുക്ക് ഒരു നന്നായിട്ട് കണ്ടോ, ഇത്രയും മൂത്താണ് ഞാൻ എടുക്കുന്നത്. അപ്പം നല്ലെണ്ണയാണ് നമ്മുടെ വറക്കാനെടുത്തത്. അപ്പോൾ അത് നമ്മളിനി എല്ലാം മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പാത്രത്തിലേക്ക് ഞാൻ എല്ലാം കോരിയെടുത്തു. കുറേശ്ശെ ആയിട്ട് കോരി എടുത്തു. ഉരുളിക്കകത്ത് വറക്കുമ്പോൾ ഒരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ചാൽ എത്രയൊക്കെ ആണെങ്കിലും അതിന് കറുത്ത കരിചൊവ വരിക എന്നുള്ള ഒരു പരിപാടിയേ ഇല്ല. കരിചൊവ വരത്തില്ല കേട്ടോ. നല്ല കറുത്ത് വറുത്തെടുത്താലും അതിന് ആ എണ്ണയ്ക്കൊരു സ്വല്പം പോലും മൂത്ത ചൊവ വരത്തില്ല. എണ്ണയ്ക്കകത്ത് മാത്രം വറുത്താൽ എണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. മറ്റുള്ള എണ്ണകളൊക്കെ പലരും ഉപയോഗിക്കാറുണ്ട്. എന്നാലും നല്ലെണ്ണ, എള്ളെണ്ണ, ജിഞ്ചിലി ഓയിൽ, ഇങ്ങനെയാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് നമ്മൾ കുറേശ്ശായിട്ട് എല്ലാം 3-4 പ്രാവശ്യം അങ്ങനെ വറുത്ത് കോരി എടുത്തു കേട്ടോ. അപ്പോൾ ഒരു 4 പ്രാവശ്യം ഫ്രൈ ചെയ്തിട്ടാണ് ഞാനത് മുഴുവൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞത്. എന്നിട്ട് ഞാൻ ഈ എണ്ണ ലാസ്റ്റ് നമ്മുടെ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇനിയുള്ള വറകലിനൊന്നും ഈ എണ്ണ ഞാൻ എടുക്കില്ല. അത് മാറ്റി വെച്ചിട്ട് അത് നമുക്ക് അവസാനം അച്ചാറിലേക്ക് ഒഴിക്കാം. അപ്പം നല്ല ടേസ്റ്റായിരിക്കും അച്ചാറിന്. ഇപ്പം ചെമ്മീൻ അച്ചാറിലേക്ക് കിടക്കുവാണ്. ചെമ്മീൻ അച്ചാർ എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചിയുടെ ഇതാണ്. ഞാൻ ആദ്യം അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എല്ലാ സാധനങ്ങളും വെള്ളം വറ്റിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്താണ് നമ്മൾ അച്ചാറിടുന്നത്. അച്ചാർ ഒത്തിരി നാളത്തേക്ക് കേടുകൂടാതെ ഇരിക്കാനുള്ള അച്ചാറാണിത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2.5 കിലോ അച്ചാറാണ് വയ്ക്കുന്നത്. 2.5 കിലോ ചെമ്മീൻ്റെ അച്ചാറാണ് ഇടുന്നത്. 2.5 കിലോ എന്ന് പറഞ്ഞാൽ 5 കിലോ ചെമ്മീനെ മേടിച്ച് നമ്മൾ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ഫ്ലഷ് മാത്രം എടുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് 2.5 കിലോ, ഏകദേശം 2.5 കിലോ, 400 സംതിങ് ആണുള്ളത്. എന്നാലും നമുക്ക് 2.5 കിലോ എന്ന് വയ്ക്കാം. അപ്പോൾ ആ 2.5 കിലോ അച്ചാറിൻ്റെ ചെമ്മീൻ ഇടാനുള്ള അച്ചാറാണ്. അതിന് ഏകദേശം ഞാനൊരു 600 ഗ്രാം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 600 ഗ്രാം വെളുത്തുള്ളിയിൽ 300 ഗ്രാം നമ്മൾ ചതച്ചിടുന്നു, 300 ഗ്രാം ഒന്നോടെ ഫ്രൈ ചെയ്തിടുന്നു. ഇത് വെളുത്തുള്ളി, പൊളിച്ച വെളുത്തുള്ളി അപ്പാടെ ഇടുവാണ്. അതിന് നമ്മൾ വെള്ളമൊന്നും ഇല്ലാതെ വറുത്തെടുക്കണം. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നല്ലെണ്ണയിലാണെന്ന് ഓർക്കണം. നല്ലെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ വെളുത്തുള്ളി നമുക്ക് ആദ്യം വറുത്തെടുക്കാം. നമ്മുടെ വെളുത്തുള്ളി റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ അതിൽ കോരിയെടുക്കാം. അപ്പം നന്നായിട്ട് വറുത്തെടുത്തിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് അച്ചാർ ചീത്തയായി പോകാതെ ഇരിക്കണം. ഒത്തിരി നാൾ ഇരിക്കാൻ പറ്റും. ഒത്തിരി നാളത്തേക്ക് കാണത്തില്ലെങ്കിലും നമ്മൾ ഈ അച്ചാർ ഒത്തിരി നാളത്തേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തോടെയാണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയൊക്കെ വറുത്തെടുക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഇതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റിച്ചൊന്നും എടുക്കേണ്ട കാര്യമില്ല. കുറച്ചൊക്കെ ഒന്ന് എടുത്താൽ മതിയാവും. പക്ഷേ വളരെ കാര്യമായിട്ടാണ് എടുക്കുന്നത്. അപ്പം നിങ്ങളിതൊന്ന്
അടുത്ത നമ്മൾ അച്ചാറിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 400 ഗ്രാമോളം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇഞ്ചി നമുക്ക് അതിലൊരു 250 ഗ്രാമോളം ഇഞ്ചി ഞാനിങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുവാണ്. ബാക്കി 150 ഗ്രാം ഇഞ്ചി ഓളം അതിനകത്ത് ഞാൻ ചതച്ചിടുന്നത്. ഇഞ്ചി നല്ലോണം വറന്ന് വന്നിട്ടുണ്ട്. നമുക്കതെടുത്ത് നമ്മൾ വെച്ചിരിക്കുന്ന അതിനകത്തേക്ക് അടുത്ത ഒരു പാത്രത്തിലേക്ക് മാറ്റാവേ. നമ്മൾ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അച്ചാറിൻ്റെ മെയിൻ പ്രിപ്പറേഷനിലേക്ക് കടക്കുവാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിൽ ഞാനിപ്പം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ വറുത്തെടുത്ത എണ്ണ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഈ 2.5 കിലോ ഇത് എടുക്കുന്നതിന് ഏകദേശം 3/4 കിലോ എണ്ണ, 750 മില്ലി എണ്ണയാണ് ആവശ്യമുള്ളത്. ഇതിന് 750 മില്ലി എണ്ണയ്ക്കാണ് ഞാൻ ഇത്രയും 2.5 കിലോ ചെമ്മീൻ എടുക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, ഞാൻ പറഞ്ഞില്ലേ ഒരു ഏകദേശം 150 ഗ്രാമോളം ഇഞ്ചി, അതെടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മളിതേ ആ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുവാണ്. ഇനി അത് രണ്ട് കൂടെ ഒരു പകുതി വറന്ന് വരുമ്പോഴത്തേക്ക് ഞാനൊരു 30 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം നല്ലവണ്ണം വെള്ളം വറ്റി ഫ്രൈ ആയി വരണം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ പറ്റി നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുകയാണ് കേട്ടോ. ഇനി വേണം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മസാലകളൊക്കെ ഇടാനേ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 50 ഗ്രാമോളം ഇട്ട് കൊടുക്കണം കേട്ടോ. കായപ്പൊടി നമ്മൾ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ടേ, അതൊന്ന് ഇട്ട് കൊടുക്കണം. ചില്ലി ഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഞാനൊരു 50 ഗ്രാം മുളക് ഇതിൻ്റെ ഫ്ലേക്സ് ഉണ്ടേ. ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇടേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി എന്ന് പറഞ്ഞാൽ ഏകദേശം ഞാനൊരു 200 ഗ്രാം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കാമെന്ന് ഓർത്തോണേ. വറുത്ത് വെച്ചിരുന്ന വെളുത്തുള്ളിയും
ഇഞ്ചിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തു. മുളക് പൊടി എന്ന് പറഞ്ഞാൽ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ലേശം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ മഞ്ഞൾപ്പൊടി അത് പുരട്ടിയപ്പോഴത്തേക്ക് നമ്മൾ ചെമ്മീൻ എടുത്തപ്പോഴത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുക ആയതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് 2.5 കിലോ ഉണ്ട്. അപ്പം നമ്മൾ അതിനകത്തേക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കണം. ഏകദേശം 1/2 ലിറ്റർ 500 മില്ലി ലിറ്റർ വിനീഗർ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണേ. നമ്മൾ ഇതിനകത്തേക്ക് ഒരു തരി വെള്ളം പോലും ഒഴിച്ചു കൊടുക്കരുത്. നമ്മുടെ ഗ്രേവി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചെമ്മീൻ മിക്സ് ചെയ്യാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുവാണേ. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അച്ചാറിൻ്റെ ഫിനിഷിങ് ടച്ചാണ്. അതിന് നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്.
ഉലുവാപ്പൊടി ഇതുവരെ ചേർത്തായിട്ട് നിങ്ങൾ കണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഉലുവയും കടുകും കൂടെ 50 ഗ്രാം ഉലുവ, 50 ഗ്രാം കടുക്, അത് രണ്ടും കൂടെ വറുത്ത് ഒന്ന് ചൂടാക്കി പൊടിച്ചത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. വറുത്ത് പൊടിച്ചതായതുകൊണ്ടാണ് ഞാൻ നേരിട്ടിട്ട് കൊടുക്കുന്നത്. അവസാനം ചെയ്യേണ്ട കാര്യമാണിത്. അവസാനം ഇതും കൂടെ ചെയ്താൽ നമ്മുടെ അച്ചാർ ഫിനിഷ്. അച്ചാറിൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞു. ഇപ്പം നമ്മുടെ ചെമ്മീൻ അച്ചാർ, സ്വാദിഷ്ടമായ ചെമ്മീൻ അച്ചാറിനെ ഞാൻ പറയുന്നുള്ളൂ. അപ്പം നമ്മുടെ അച്ചാർ റെഡി ആയി കഴിഞ്ഞു. പക്ഷേ അച്ചാർ ഇപ്പോൾ നല്ല ഗ്രേവിക്ക് നല്ല ഒരു ലൂസ് ആകണമെന്നുള്ളവർ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചാറിയത് ഒഴിക്കുക, അല്ലെങ്കിൽ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെയുള്ള മാർഗം. പക്ഷേ ഇതൊക്കെ മാറിയുമ്പോൾ ഒരു ഉറപ്പ് തരത്തില്ല. അച്ചാർ ചീത്തയാകാതെ അല്ലെങ്കിൽ കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ അച്ചാറിനകത്ത് ഈ പറഞ്ഞതുപോലെ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. അതുകൊണ്ട് അച്ചാർ ഇങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ അങ്ങനെ കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ അച്ചാറെല്ലാം എന്താ ഷീലമ്മാസ് കിച്ചണിൽ അച്ചാറുകൾ റെഡിയായി കഴിഞ്ഞു. ഇത് ഞാൻ എല്ലാം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമൻസൊക്കെ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്.